SFI നേതാവ് ആദർശം സജി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദർശ്, നോക്കൂ, വിദ്യാലയങ്ങളിലും തെരുവുകളിലും അടിച്ചമർത്തൽ നയം നടപ്പിലാക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഭരണപരമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്നൊരു ചോദ്യമാണ് ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി പാർലമെന്റിൽ പ്രതിപക്ഷം ഏറ്റവും അധികം മുന്നോട്ട് വെക്കുന്നത്. അടിച്ച് നെഞ്ചിൻ കൂടി തകർത്ത ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാകാതിരിക്കുന്ന സ്ഥിതിയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇത് ജനാധിപത്യത്തോടുള്ളൊരു വലിയ വെല്ലുവിളിയല്ലേ? കഴിഞ്ഞ 20-ാം തീയതി ഡൽഹി പോലീസ്, അതായത് അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ട് നമ്മളെല്ലാം കണ്ടതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ, അമ്മയായി വന്ന കുട്ടികളെ പോലും വെറുതെ വിടാതെ മർദ്ദിക്കുന്ന സമീപനം നമ്മൾ കണ്ടതാണ്. വനിതകളെ പോലും പുരുഷ പോലീസാണ് മർദ്ദിക്കുന്നത്, ശാരീരികമായി ഉപദ്രവിക്കുന്ന നില അവിടെ വന്നു. ആ നിലയിൽ വിദ്യാർത്ഥികളെ തല തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ നടന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ച് ഭയപ്പെടുത്താനുള്ള അവിടെ ശ്രമം അവിടെ നടന്നു. പക്ഷെ വിദ്യാർത്ഥികൾ അവരുടെ ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പ്രഖ്യാപനം അവിടെ നടത്തി. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്നുള്ള വേണ്ട പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഈ സമരത്തെ ഇപ്പോഴും തീവ്രവാദികളുടെ സമരമൊന്നും ചൈനീസ് ഏജന്റുമാരുടെ സമരമൊന്നും പാകിസ്ഥാനികളുടെ സമരമൊന്നുമാണ് പറയാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാന്യമായിട്ടൊരു പ്രതികരണം പോലും, കാരണം അവിടെ പെല്ലറ്റ് ബുള്ളറ്റ് അവിടെ ഫയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ലാത്തിച്ചാർജ് നടന്നു. യൂണിഫോം ഇല്ലാത്ത ആളുകൾ പോലും അവിടെ വന്ന് പോലീസാണോ എന്ന് ഞങ്ങൾ സംശയമുണ്ട്. RSSകാർ ഇതിനകത്ത് നുഴഞ്ഞു കയറി ബോധപൂർവം ആ സമരം ചെയ്ത വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സമീപനം പോലെ വന്നു. അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ വന്നിട്ടുണ്ട്. പോലീസിന്റെ നിലയിൽ പറഞ്ഞിരിക്കുന്നുള്ളൂ, അവരുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പറയുന്ന നിലയിലുള്ള ഒരു പ്രതിരോധമല്ല അവിടെ നടന്നത്. സമാധാനപരമായി നടത്തിയ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ബോധപൂർവ്വം ആ സമരത്തിനകത്ത് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിനോടുണ്ടായിട്ടുള്ളത്, അമിത്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേരിട്ടാണ് ഈ നരനായാട്ടിന് ഓർഡർ ഇട്ടത്. ആ നരനായാട്ടിന് ഓർഡർ ഇട്ട് വിദ്യാർത്ഥിയുടെ തല തല്ലി പൊള്ളിച്ചു. അദ്ദേഹം ഇതിനകത്ത് കുറ്റക്കാരനാണ്. അദ്ദേഹം ഇതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹത്തിന് ഇന്നഫിഷ്യൻസിലൂടെ കാണുന്നത് അത് ശക്തമായിട്ടുള്ള അപലപിക്കേണ്ട ഒന്നാണ്. ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ നിലയിൽ അടിച്ചമർത്താൻ, വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ, അമിത്ഷാ ശ്രമിച്ചാൽ, RSSന്റെ തിട്ടൂരം അനുസരിച്ച് അദ്ദേഹം ശ്രമിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഐഷു ഘോഷിനെ ഉൾപ്പെടെ പിന്തുടർന്ന് സിവിൽ ഡ്രസ്സിൽ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ, യാതൊരു നോട്ടീസും നൽകാതെ പിടിച്ചുകൊണ്ടുപോകാൻ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ പിടിച്ചുകൊണ്ടുള്ള ശ്രമം അവർ നടത്തി. ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ഈ നിലയിലുള്ള RSSന്റെ തിട്ടൂരം അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഡൽഹി പോലീസ് നടത്തുന്നതെങ്കിൽ അതിനു മുമ്പിൽ മുട്ടുമടക്കാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവും.